നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങൾ എന്തോ ഒരു കാര്യം നടക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാരണം ആ കാര്യം നടന്നു കഴിഞ്ഞാലേ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെയുള്ള മറ്റു കാര്യങ്ങൾ അതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യം നടക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മളിവിടെ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ത് കാര്യമാണ്, ആ കാര്യം നടക്കുമോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ഓറക്കൽ മെസ്സേജ് നോക്കുന്നു, പിന്നെ നമ്മൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി നോക്കുന്നു, പിന്നെ നിങ്ങൾ എന്ത് കാര്യമാണ് നടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, അതെന്താണ് അത് നോക്കുന്നു, പിന്നെ അത് നടക്കുമോ ഇല്ലയോ, അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ അതാണ് നോക്കുന്നത്. ബ്രൗൺ, ബ്ലൂ, റെഡ്, ഈ 3 കളേഴ്സാണ് സെലക്ട് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, റെസനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുക. ഓക്കെ, ഇനി 2 ദിവസമായിട്ട് ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അതിന് ദൈവത്തിന് സ്തുതി. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ബ്രൗൺ, ബ്ലൂ, റെഡ്. അത് ഞാൻ ബ്രൗണിൻ്റെ റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. റെഡും ബ്ലൂവും നമുക്ക് മാറ്റി വയ്ക്കാം. ബ്രൗൺ ആദ്യം ഞാൻ എടുക്കുന്നത് ഓറക്കൽ മെസ്സേജാണ്. ബ്രൗൺ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജാണ്. Misuse of power. നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം, അവരെ ഉപദ്രവിക്കാനല്ല നമ്മളുടെ സൗഭാഗ്യങ്ങളെ യൂസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മളുടെ പവർ ഒരിക്കലും നമ്മൾ മിസ്യൂസ് ചെയ്യരുതെന്ന്. എനിക്ക് ഈ സ്പൈഡർമാൻ്റെ ഗ്രാൻഡ് ഫാദർ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. മീൻസ് ഗ്രാൻഡ് ഫാദർ ഒരു മെസ്സേജ് കൊടുക്കും സ്പൈഡർമാന്. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മളുടെ പവർ കൂടുന്തോറും നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. മറ്റുള്ളവരുടെ മുതുകത്ത് കുതിര കയറാൻ വേണ്ടിയിട്ടല്ല നമുക്ക് പവർ തരുന്നതെന്ന്. എല്ലാവരും പവർഫുള്ളാണ്. മകള് പവർഫുള്ളാണ്, മകൻ പവർഫുള്ളാണ് അല്ലേ? അച്ഛനോടും അമ്മയോടും അവരെങ്ങനെയാണ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്രതികരിക്കേണ്ടതിൽ അവർക്കാണ് പവർ, അവരാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം നല്ല കാര്യത്തിന്. അച്ഛനും അമ്മയും മക്കളോടും, ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, ഫ്രണ്ട്സ് തമ്മിലാണെങ്കിലും, വലിയ പൊസിഷനിലിരിക്കുന്ന ഒരു ജഡ്ജാണെങ്കിലും, ഒരു ഓഫീസറാണെങ്കിലും, ഒരു പോലീസ് ഓഫീസറാണെങ്കിലും, ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മളുടെ പവർ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ റെസ്പോൺസിബിലിറ്റിയാണത്. അപ്പോൾ പവർ ഇപ്പോൾ നമ്മളുടെ പുരാണങ്ങളിൽ എപ്പോഴും രാക്ഷസന്മാരും അസുരന്മാരും ഒക്കെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച്, ശിവഭഗവാനോടും വിഷ്ണു ഭഗവാനോടൊക്കെ പ്രാർത്ഥിച്ച്, ദേവിയോട് പലരോടും പ്രാർത്ഥിച്ചിട്ട് പവർ എടുക്കുകയാണ് ചെയ്യുന്നത്. വരമായിട്ട് കിട്ടുകയാണ് പവർ അവർക്ക്. അവരെന്ത് ചെയ്യും? അത് മിസ്യൂസ് ചെയ്യും. അത് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അവസാനം അവരുടെ അന്ത്യം അതുവഴി തന്നെ അവരുടെ അന്ത്യവും നടക്കും. അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പഠിക്കണം, പാഠങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മൾ പവർ ഉള്ളത് നല്ലതിന് വേണ്ടി യൂസ് ചെയ്യുക. നമ്മളുടെ പവർ, എല്ലാവർക്കും പവർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും മറ്റുള്ളവരോട് കനിവും ദയോടും പെരുമാറുക. നമ്മളുടെ താഴെയുള്ളവരെ നമ്മൾ ചവിട്ടി മെതിക്കാതെ അവരോട് കനിവും ദയോടും റെസ്പെക്റ്റോടെയും പെരുമാറണം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി ഡിസപ്പോയിൻമെൻറ്റ് കാണിക്കുന്നുണ്ട്. കാർഡാണ് ബിസിയാവും. 5 of Cups ആണ് കാണിച്ചത്. ഡിസപ്പോയിൻമെൻറ്റിൻ്റെ കാർഡാണ്. ഒരു ലോസ്, നമ്മൾ ഒരു നഷ്ടം ഓർത്ത് സങ്കടപ്പെടുന്നത് പോലെ. ഓക്കെ, ഓവറോൾ എനർജിയാണ് കണ്ടത്. ഓവറോൾ എനർജി 7 of Swords. അപ്പോൾ കുറച്ച് പ്രശ്നം, ഞാൻ ഡബിൾ എനർജിയും കണ്ടുകൊണ്ട് എടുത്തില്ല, ഒരു കാർഡേ എടുത്തുള്ളൂ. അതിൽ തന്നെ എല്ലാം പറയും നമ്മളോട്. അപ്പോൾ 7 of Swords എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചതി, വഞ്ചന അങ്ങനെയൊക്കെയുള്ള ഒരു കള്ളൻ്റെ കാർഡാണിത്, മോഷ്ടാവിൻ്റെ കാർഡാണിത്. അപ്പോൾ ഇവിടെ വളരെ കാൽക്കുലേറ്റീവായിട്ട് എല്ലാവരോടും പെരുമാറുന്ന ഒരാൾ, സ്വന്തം കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഏത് വഴിയും സ്വീകരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. 7 ഓഫ് സ്വേർഡ്സ് കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇത് നിങ്ങളുടെ എനർജിയാണോ നിങ്ങളുടെ ലൈഫിലുള്ള ആരുടെയെങ്കിലും എനർജിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ ഓവറോൾ എനർജി കാണിച്ചപ്പോൾ ഇതാണ് കാണിക്കുന്നത്. ഈ എനർജിയാണ്, കാർഡാണ് വന്നത്. ഇത് മിസ്യൂസ് ഓഫ് പവർ എന്ന കാർഡാണ് ഓറക്കിളായിട്ട് വന്നത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള ഒരു കാർഡാണിത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ സൗന്ദര്യം കൂടുതലാണെന്ന് വിചാരിക്കുക. നമ്മളുടെ സൗന്ദര്യം വെച്ചിട്ട് മറ്റുള്ളവരെ മുതലെടുക്കാൻ നോക്കുന്ന ചിലരുണ്ട്. എന്തായാലും നമ്മൾ പവർഫുള്ളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും. അപ്പം അങ്ങനെ എന്തോ ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. വാക്ചാതുര്യമുള്ള ആൾ, ഫേമസ് ആയ ആളുകൾ, എന്തോ ഒരാളിൽ പവറുള്ള ഒരാളാണ്, ഒരാളെ കൺട്രോൾ ചെയ്യാനുള്ള പവറുള്ള ഒരാളാണത്. അങ്ങനെയാണ് ഈ എനർജി കാണിക്കുന്നത്. 8 ഓഫ് കപ്സ്, അബാൻഡൻമെന്റ്, 10 ഓഫ് കപ്സ്. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യമാണ്, അല്ലാതെ നിങ്ങളുടെ എനർജി അല്ല. ഈ ഓവറോൾ എനർജി നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ 7 ഓഫ് സ്വേർഡ്സ് ക്യാരക്ടറുള്ള ആരോ ഒരാൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. അയാൾ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അബാൻഡൻമെന്റ്, ഇറങ്ങിപ്പോവുക, അതാണ് 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരാൾ നിങ്ങളെ ചതിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ പേഴ്സൻ്റെ പവർ മിസ്യൂസ് ചെയ്തു നിങ്ങളുടെ മേളിൽ. നിങ്ങളൊരു 10 ഓഫ് കപ്സ് ആണ് ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ ആ പേഴ്സൺ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം പിടുങ്ങിയിട്ട് ആ പേഴ്സൺ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്, നിങ്ങളോട് യാത്ര പോലും പറയാതെ. നിങ്ങളപ്പോൾ ആ ഒരു എനർജി, വിരഹം, സങ്കടം, വേദന, നാണക്കേട്, മനസ്സിലായി, അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണ് നടക്കാൻ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത്? എന്ത് കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? എന്ത് കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? Ace of Pentacles, 2 of Pentacles, Queen of Wands. ഒരു ചോയ്സ് എടുക്കണം, ഒരാളൊരു ചോയ്സ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫർ ഈ പേഴ്സൺ എടുക്കണം. ഈ പേഴ്സൻ്റെ ചോയ്സിൽ നിങ്ങൾ കൊടുത്ത ഓഫറും കൂടെ വരണം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഈ ക്വീൻ ഓഫ് വാൻസിനെ മിക്കവാറും നമ്മൾ ടാരോ റീഡിങ്ങിൽ തേർഡ് പാർട്ടി ആയിട്ടുണ്ട് എടുക്കുക. കാരണം ഇവർ ഈ ഒരു എനർജി കുറച്ചൊരു പ്രശ്നം പിടിച്ച എനർജിയാണ്, ഇമ്പൾസീവാണ്, എടുത്തുചാട്ടക്കാരിയാണ്, പിന്നെ ഭയങ്കര സെൽഫിഷാണ്. അതുപോലെ വിചാരിക്കുന്ന കാര്യം നേടിയെടുക്കണമെന്ന് വാശിയുള്ള ഒരു ക്യാരക്ടറാണ്, മുൻപിൻ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ നിറയെ നുണ പറയുന്ന, ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന, ഡ്രാമ ആഗ്രഹിക്കുന്ന, വളരെ നാടകങ്ങൾ കളിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ അങ്ങനെ ഒരു എനർജിയും കൂടെ ഇവിടെയുണ്ട്. പക്ഷെ നിങ്ങൾ കൊടുത്ത ഓഫർ ഒരാൾ സ്വീകരിക്കണം. അപ്പോൾ അയാൾ ചോയ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ആരോ ഒരാൾ ചോയ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പേഴ്സണ് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉണ്ട്. അതിൽ നിങ്ങളുടെ ഓഫറും കൂടെ വരണം. നിങ്ങൾ കൊടുത്ത ഈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഈ പേഴ്സൺ കയ്യിലിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൻ്റെ കയ്യിൽ വേറൊരു പെൻറ്റക്കിളും കൂടെ ഉണ്ട്, പക്ഷെ നിങ്ങൾ കൊടുത്ത പെൻറ്റക്കിളും കൂടെ ഉണ്ട്. അപ്പം നിങ്ങളുടെ കൊടുത്ത പെൻറ്റക്കിൾ ഈ പേഴ്സൺ ചൂസ് ചെയ്യണമെന്നാണ് പേഴ്സൺ നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ ചൂസ് ചെയ്യരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാം, ഫാമിലി മെമ്പർ ആയിരിക്കാം, നിങ്ങൾ സ്നേഹിക്കുന്ന ആളായിരിക്കാം, നിങ്ങളുടെ മക്കളായിരിക്കാം, ആരോ ഒരാൾ. മനസ്സിലായോ? അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്തത് എന്താണെന്ന് നോക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു ബ്രാൻഡ് ന്യൂ ഏസ് ആണ്, ഒരു തുടക്കം. അപ്പോൾ നിങ്ങളുടെ ഒരു ഓഫർ തുടക്കം നിങ്ങൾ കൊടുത്തു. കിങ് ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ, റിവേഴ്സാണ്. അപ്പോൾ ഇതാണോ നിങ്ങളുടെ പേഴ്സൺ, അതോ ഈ നോക്കട്ടെ ഡോട്ടർ ഓഫ് പേജ് ഓഫ് കപ്സ്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൗമ്യമായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്ന, കുറച്ച് ദയം കരുണയോടും കൂടെ പെരുമാറുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ എനർജി ഒരു കിങ് ഓഫ് വാൻസിനാണ് ഈ
പെൻറ്റക്കിൾ കൊടുത്തത്. പക്ഷേ ആ പേഴ്സൺ അത് റിജക്റ്റ് ചെയ്തു, ആ പേഴ്സൺ അത് സ്വീകരിച്ചില്ല. മനസ്സിലായോ? അത് സ്വീകരിക്കാതെ പോയി. അപ്പം നിങ്ങളുടെ പേഴ്സണിൻ്റെ ക്യാരക്ടറും ഈ തേർഡ് പാർട്ടിയുടെ ക്യാരക്ടറും ഏകദേശം ഒരുപോലെയാണ്. അവരാണ് ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ. നിങ്ങളെ ചതിച്ചിട്ട് പോയതാണ്. പക്ഷേ നിങ്ങൾ എന്നാലും ആ പേഴ്സണിൻ്റെ പുറകെ നടന്നിട്ട് ഈ പേഴ്സണോട് നിങ്ങളാണ് ക്ഷമ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അപ്പം നിങ്ങളാണ് ഏതു നേരം ക്ഷമ പറയുന്നത്. നിങ്ങളുടെ ഓഫർ ഈ പേഴ്സൺ റിജക്റ്റ് ചെയ്തു. ഓക്കെ, ആ പേഴ്സണ് കുറേ ഓപ്ഷൻസ് ഉണ്ട്, ആ പേഴ്സണ് കുറേ പ്രയോറിറ്റീസ് ഉണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സ് ഇതുണ്ടാവും. സർപ്പം തന്നെയാണ് പിന്നെയും വരുന്നത്. സർപ്പമല്ല, പാമ്പാണ്, ചീത്തപ്പാമ്പാണ്. നൈറ്റ് ഓഫ് വാൻഡ്സ്, 2 ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്ന നൈറ്റ് ഓഫ് വാൻഡ്സും ചാരിയറ്റുമാണ്. അപ്പോൾ നൈറ്റ് ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയർ എനർജി, ഇതും പ്ലെയർ എനർജിയാണ്, ഇതും പ്ലെയർ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ കുറച്ച് മെച്യൂർഡായ ഒരാളാണ്. നിങ്ങളങ്ങനെ വളരെ കുറച്ച് സീരിയസ് ആയിട്ട് ലൈഫിനെ കാണുന്നതാണ് ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ലൈഫിനെ സീരിയസ് ആയിട്ട് കാണാത്ത ഒരാളായതുകൊണ്ട് പേഴ്സണ് നിങ്ങളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളുടെ പെൻറ്റക്കിൾ എടുത്തിട്ട് ഈ പേഴ്സൺ നിങ്ങളെ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ പേഴ്സൻ്റെ ഒരു കാറ്റഗറി കുറഞ്ഞു. ഈ പേഴ്സൺ ഒരു ഇമ്മച്യൂർ എനർജി ആയിട്ടാണ് മാറുന്നത്. മനസ്സിലായോ? എന്നിട്ട് ഈ പേഴ്സൺ ഒരു ചോയ്സ് എടുക്കാൻ പോകുന്നുണ്ട്. ഈ ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു പുഷ്, ഒരു മുമ്പോട്ട് പോകാനുള്ള മൂവ്മെൻറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് തേർഡ് പാർട്ടിയുടെ അടുത്തേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവർ തമ്മിലാണ് ചർച്ച. മനസ്സിലായി? നിങ്ങളുടേത് ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു, പക്ഷേ ഇവർ തമ്മിൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. നമുക്ക് ഈ ക്വീൻ ഓഫ് വാൻഡ്സിനെ ഒന്ന് പരിചയപ്പെടാം. ക്വീൻ ഓഫ് വാൻഡ്സ് മിസ്റ്റീരിയസ് ആണ്. ഹൈ പ്രീസ്റ്റസ് മിസ്റ്റീരിയസ് ആണ്, ഭയങ്കര നോളജബിൾ ആണ് പേഴ്സൺ. അതുപോലെ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടാണ് കാണുന്നത്. കാണാൻ മോശമല്ലാത്ത, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന, എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന, എന്നാലും മനസ്സിൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത, എല്ലാവരുടെയും അവരുടെ ആവശ്യത്തിന് ചൂഷണം ചെയ്യുന്ന ഒരു എനർജിയാണത്. അപ്പോൾ ഇവർ ഭയങ്കര ഇൻറ്റ്യൂട്ടീവാണ്. ഇവർക്ക് കാരണം ഇവർക്ക് കള്ളത്തരം ഉള്ളതുകൊണ്ട് ഇവർക്ക് മറ്റുള്ളവരുടെ കള്ളത്തരം പെട്ടെന്ന് മനസ്സിലായി. ഇവരുടെ കിങ് ഓഫ് സ്വേർഡ്സ് ഉണ്ട്. ചിലപ്പോൾ ഇതായിരിക്കും ഇവരുടെ ഭർത്താവ്. അപ്പോൾ ഈ പേഴ്സണും ഇവരെ അറിയാം. മനസ്സിലായി? പക്ഷേ ഈ പേഴ്സണും ഇവരുമായിട്ട് പ്രശ്നമില്ല. ഇവരുടെ എല്ലാ ചീത്ത സ്വഭാവവും ഈ പേഴ്സൺ അറിയാം. ഈ പേഴ്സൺ അവരിൽ നിന്ന് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ എന്നാലും ഉപേക്ഷിച്ചിട്ടുമില്ല. അപ്പോൾ തേർഡ് പാർട്ടിയും ആ പേഴ്സണിൻ്റെ ഹസ്ബൻഡോ വൈഫോ എന്താ എനർജീസ് ആണെല്ലാം, അവർ തമ്മിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ സത്യം അറിയുന്ന ആളാണ് കിങ് ഓഫ് സ്വേർഡ്സ്. മനസ്സിലായോ? അപ്പോൾ വെട്ടൊന്ന് മുറി രണ്ട് എന്നൊരു സിറ്റുവേഷനുള്ള ആളാണ്. അപ്പോൾ ചിലപ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി ഈ പേഴ്സണ് കാര്യങ്ങൾ അറിയായിരിക്കും, പക്ഷെ പ്രൂഫ് കിട്ടിയിട്ടില്ല. ഈ പേഴ്സണിൻ്റെ ലൈഫിലുള്ള ആൾ ഉഴപ്പാണ്, മറ്റു റിലേഷൻഷിപ്പിലുള്ള ആളാണ്, പലരുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്ന ആളാണെന്ന് ഉള്ളൊരു ബോധം ഈ കിങ് ഓഫ് സ്വേർഡ്സിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. മനസ്സിലായി? നിങ്ങളുടെ പേഴ്സൺ കിങ് ഓഫ് വാൻഡ്സ് ആണ്. ഇപ്പോൾ നൈറ്റ് ഓഫ് വാൻഡ്സ് പോലെയാണ്. ചിലപ്പോൾ നിങ്ങളായിട്ട് മാരീഡ് ആയിരുന്നിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിരുന്നിരിക്കാം ഈ പേഴ്സൺ. പക്ഷേ ഇപ്പോൾ ഒരു യങ് എനർജി പോലെയാണ്. അപ്പോൾ ഇവർ നിങ്ങളെക്കാളും മെച്യൂർഡാണ്. ഈ തേർഡ് പാർട്ടി പ്രായത്തിൽ മുതിർന്നതാണ്. തേർഡ് പാർട്ടിയുടെ കറണ്ട് പേഴ്സൺ. അവിടേക്കാണ് നിങ്ങളുടെ പേഴ്സൺ പോകാൻ പോകുന്നത്. അപ്പോൾ ചോയ്സ് എടുക്കാൻ പോവുകയാണ് പേഴ്സൺ. ആ പേഴ്സൺ അങ്ങോട്ടേ പോവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിലാണ് ചേരുക. മനസ്സിലായോ? അതാണ് ഇവിടെ പ്രശ്നം. അപ്പം നിങ്ങൾ ഇതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഈ പേഴ്സൺ എന്താണ് ചൂസ് ചെയ്യാൻ പോകുന്നത്, അതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ആരെയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്, എങ്ങോട്ടാണ് ഈ പേഴ്സൺ പോകാൻ പോകുന്നത്, ഇതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം. ഇനി ഈ പേഴ്സൺ ആരെയാണ് ചൂസ് ചെയ്യുക, അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ചോയ്സ് എന്താണ് വരാൻ പോകുന്നത്, ഈ പേഴ്സൺ ആരെയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പലരോടും പറയാറുള്ള കാര്യമാണ്, ദൈവം നമ്മളോട് നന്മ കാണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള നെഗറ്റീവ് എനർജിയും നെഗറ്റീവ് ആളുകളെയും അകറ്റുക എന്നത് നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കാറില്ല. നമ്മൾ അതിൻ്റെ പുറകെ നടന്നത് പിന്നെയും വലിച്ച് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നമുക്ക് പേജ് ഓഫ് കപ്സ് റിവേഴ്സും പിന്നെ 9 ഓഫ് പെൻറ്റക്കിൾസ് അപ്രൈറ്റുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ
ഇവിടെ ആരെ ചൂസ് ചെയ്യുന്നുള്ളത്, ഇവിടെ ഇതൊരു പുതിയ എനർജിയാണ്, ഇതൊരു മാരീഡ് അല്ല. അപ്പൊ ഈ തേർഡ് പേഴ്സൺ അല്ലാതെ വേറെ ആരോ ഇതിനകത്തുണ്ട്. അത് നിങ്ങളാണോ? ഈ പേഴ്സൺ അവിടെ ചൂസ് ചെയ്യാൻ പോകുമെങ്കിൽ പേഴ്സണ് അവിടെ ആ ഒരു ചോയ്സ് എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പം മിക്കവാറും ഇപ്പം നിങ്ങൾ സിംഗിൾ എനർജി ആണോ, അത് ഒരു സിംഗിൾ എനർജിയുടെ അടുത്തേക്കാണ് ഈ പേഴ്സൺ തിരിച്ചു പോകാൻ പോകുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും മാരീഡ് ആണെങ്കിൽ, ഇപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ സിംഗിളാണ്. ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇപ്പോൾ സെപ്പറേറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾ സിംഗിളാണ്. അപ്പം നിങ്ങളുടെ അടുത്തേക്കാണ് ഈ പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ ചെല്ലുമ്പോഴേക്കും മുട്ടിടിക്കും. കാരണം അവിടെ ഒരു കിങ് ഓഫ് സ്വേർഡ്സ് ഉണ്ട്. ആ പേഴ്സണെ മറികടന്ന് ഈ ക്വീൻ ഓഫ് വാൺസിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഈ പേഴ്സണിൻ്റെ, കാരണം അവിടെ ഈ കിങ് ഓഫ് സ്വേർഡ്സ് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ കിങ് ഓഫ് വാൺസ് നൈറ്റ് ഓഫ് വാൺസ് ആയിട്ട് ക്യാരക്ടർ മാറുന്നത്. മനസ്സിലായോ? ധൈര്യമില്ല അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും, ധൈര്യമില്ലാതെ. നിങ്ങളുടെ കഷ്ടകാലം. അതാ ഞാനെന്താ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കത് സന്തോഷമായിരിക്കും. കാരണം അതിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഈ ടാരോ കാർഡ് കാണുന്നത്, റീഡിങ് കണ്ടത്, അല്ലേ? അപ്പോൾ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയില്ലേ. അപ്പോൾ ഈ പേജ് ഓഫ് കപ്സിനെ റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സും ഹെയറോഫാൻറ്റുമാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കും ഈ പേഴ്സണ്. നിങ്ങളുടെ പേഴ്സൺ വേറെ ഇപ്പോൾ ഈ പോണ വഴിക്ക് നേരെ തേർഡ് പാർട്ടിയുടെ അടുത്തേക്കല്ലല്ലോ പോകുന്നത്. അവർ ജീവിക്കണം, നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഞാൻ പേഴ്സണ് ജീവിക്കണം. ആ പേഴ്സൺ എല്ലാ പൈസ മുഴുവൻ അടിച്ചു പൊളിച്ച് കളയും. ഒട്ടും ഇതില്ലാത്ത ക്യാരക്ടറാണ് പേഴ്സൻ്റെ. കാരണം ഇത് നിങ്ങളുടെ എനർജി അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ആളുടെ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടാണെങ്കിൽ അതൊക്കെ അടിച്ചു പൊളിച്ച് കളഞ്ഞ് അവസാനം പാപ്പരായി ഒരു ഗതിയും പരഗതിയിലായിട്ട് ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ പോകുന്നത്. ഹെറഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പാണ്, മാരേജാണ്, ലോങ് ടേം റിലേഷൻഷിപ്പാണ്, റിലിജ്യനാണ്, സൊസൈറ്റിയാണ്. അപ്പോൾ ഈ ആ പേഴ്സണ് തിരിച്ചറിവുണ്ടാവും നിങ്ങളുടെ അടുത്തേക്ക് വന്നാലേ ഈ പേഴ്സണ് ഫ്യൂച്ചർ ഉള്ളൂന്ന്. അപ്പോൾ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യാൻ പറ്റില്ല. തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് അവിടെ ആ പേഴ്സൻ്റെ ഹസ്ബൻഡോ വൈഫോ ഉണ്ട്, ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. അത് മറികടന്ന് പോകാന്നുള്ളത് നടക്കണ കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരികയാണ്. അപ്പം നിങ്ങളൊരു മദർ ഓഫ് കപ്സ് ആണ്. എന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ ലവ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ. അപ്പോൾ ഈ പേഴ്സണ് ബോധോദയം ഉണ്ടായിട്ട് നിങ്ങളുടെ അടുത്തേക്കാണ് വരാൻ പോകുന്നത്, നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു തെറ്റ് ചെയ്തു എന്നൊരു ചിന്ത ഈ പേഴ്സണ് വരുമോ? പക്ഷേ ഈ പേഴ്സൺ അപ്പോളജൈസ് ചെയ്യില്ല. ഈ പേഴ്സണിൻ്റെ ക്യാരക്ടറിൽ ഒരു വ്യത്യാസമില്ല. നിങ്ങൾക്ക് നീതി നടക്കണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളോട് ഈ പേഴ്സൺ ചെയ്ത തെറ്റിന് ഒരു നീതി നടക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് പേഴ്സൺ തിരിച്ചു വരേണ്ടി വരും, വാലും ചുരുട്ടിയിട്ട്. അതാണ് ഇവിടുത്തെ കാര്യം. മനസ്സിലാവുണ്ടോ? അങ്ങോട്ട് പോകാൻ പറ്റില്ല. തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരേണ്ടി വരും. ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം പാപ്പരാണ്, ഒരു പൈസയില്ല, താമസിക്കാൻ സ്ഥലമില്ല, ആ ഒരു സിറ്റുവേഷൻ. അപ്പം പഴയ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഓർമ്മയിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ പോകുന്നുണ്ട് ഈ പേഴ്സൺ, കേട്ടോ. അതാണ് ചോയ്സ് എടുക്കാൻ പോകുന്നത്. നിങ്ങളെയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കഷ്ടകാലം. ഓക്കെ, ലീബ്ര, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Taurus, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Virgo, Pisces, Cancer, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത റീഡിങ്ങിലേക്ക് പോവാണ്. നമ്മൾ ബ്ലൂ സെലക്ട് ചെയ്യാൻ പോവാം. ബ്ലൂ സെലക്ട് ചെയ്തുള്ള റീഡിങ്ങാണ്. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങൾക്കുള്ള ഓറക്കിൾ കാർഡ് എന്താണ്? നിങ്ങൾക്കുള്ള ഓറക്കിൾ കാർഡ് എന്താണ്? ഇടയ്ക്ക് തുള്ളിയെ പോയിരുന്നു.
Om Namah Shivaya. 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 Okay. Embrace forgiveness and embrace positivity. Learn the art of forgiveness to liberate yourself from energy blocks, fostering a positive and successful life. Okay. അപ്പോൾ ക്ഷമിക്കാൻ പഠിക്കാനാണ് പറയുന്നത്. നമ്മളോട് പലരും പല തെറ്റുകളും ചെയ്യും. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവരോട് ഗ്രഡ്ജ് അല്ലെങ്കിൽ വൈരാഗ്യം, റിവെഞ്ച് ഒക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നാൽ അത് നമ്മളുടെ തന്നെ എനർജിയാണ് നശിപ്പിക്കുക എന്നാണ് പറയുന്നത്. നമ്മളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നശിപ്പിച്ച് കളയും. അപ്പോൾ ഓറക്കൽ മെസ്സേജ് പറയുന്നത് നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം, ഫോർഗീവ് ചെയ്യണം. അവരോട്, ആൾക്കാരോട്, നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം. എന്നാലേ നമുക്ക് മുമ്പോട്ടുള്ള ജീവിതം സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. ലവേഴ്സ് കണ്ടു, സോൾമേറ്റ് കണക്ഷൻ ആണോ? നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? Nine of Cups. Wish come true. അപ്പം നിങ്ങൾ എന്തോ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നടന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയുള്ള നിങ്ങളുടെ ലൈഫിൽ സംതൃപ്തനാണ്. മനസ്സിലായോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളിൽ വളരെ കൃതജ്ഞതയുള്ളവരാണ്, സ്റ്റേബിളാണ്, ഇമോഷണലി സ്റ്റേബിളായ ഒരു എനർജിയാണ്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ത്രീ ഓഫ് കപ്സ് പോകുന്നു. ചിലപ്പോൾ നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ടെൻ ഓഫ് പെന്റക്കിൾസ്. അപ്പം നിങ്ങളുടെ ഒരു ഹാപ്പി മാരീഡ് ലൈഫാണ്. എല്ലാം 10 ഓഫ് കപ്സും 10 ഓഫ് പെന്റക്കിൾസും 9 ഓഫ് കപ്സും. ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു ഇതും കൂടി ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ശുദ്ധഗതിയുള്ള ആളായിരിക്കാം. അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് വച്ചിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് പെർഫെക്റ്റ് ആണെന്നാണ്. അബണ്ടൻസ് ഉണ്ട്, ജോലിയുണ്ട്, സമ്പാദ്യമുണ്ട്, റിലേഷൻഷിപ്പിൽ സ്നേഹമുണ്ട്, ഭർത്താവ് നല്ല സ്വഭാവം, ഭാര്യ നല്ല സ്വഭാവം, ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. അങ്ങനെ ആ ഒരു സാറ്റിസ്ഫാക്ടറി മൂഡിലാണ് നിങ്ങൾ. എല്ലാം പെർഫെക്റ്റ് ആണ്, എൻ്റെ ലൈഫ് നല്ലതാണ്, എൻ്റെ ഫാമിലി നല്ലതാണ്, എല്ലാം നന്നായിട്ട് നടക്കുന്നു എന്ന് ചിന്തിച്ച് ഇരിക്കുന്ന അങ്ങനത്തെ ഒരു മൂഡിലാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ഹാപ്പിയാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, നിങ്ങൾ എന്താണ് അപ്പോൾ ഇവിടെ ഈ ഓറക്കിൾ മെസ്സേജ് വന്ന് എംബ്രേസ് ഫോർഗീവ്നെസ് ആൻഡ് എംബ്രേസ് പോസിറ്റിവിറ്റി. അപ്പോൾ ചിലപ്പോൾ നിങ്ങളത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം. നോക്കട്ടെ, നിങ്ങൾ എന്താണ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്താണ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? എംപ്രസ്. ഇതെല്ലാം പോസിറ്റീവ് കാർഡ്സാണ്, നല്ല കാർഡ്സാണ്. നിങ്ങളുടെ മൊത്തം റീഡിങ് പോസിറ്റീവാണ് ചെയ്യുന്നത്, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ എംപ്രസ് എന്ന് പറഞ്ഞാൽ അബണ്ടൻസ്, നർച്ചറിങ്, ഫെർട്ടിലിറ്റി. അപ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ സ്വത്തും പണവുമുള്ള, കാണാൻ നല്ല സൗന്ദര്യമുള്ള
ഒരു സ്ത്രീയോ പുരുഷനോ ആരാണെന്നാലും. അപ്പോൾ മറ്റുള്ളവരെയൊക്കെ കെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പെറ്റ്സ് ഒക്കെ ഉണ്ടാവാം. നിങ്ങൾ എല്ലാ ആൾക്കാരോടും വളരെ നല്ല ഒരു പെരുമാറ്റമാണ് നിങ്ങളുടേത്. പിന്നെ ഭയങ്കര അബണ്ടൻ്റ് ആണ് നിങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു 6 ഓഫ് കപ്സ് കാണിക്കും. 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നൊസ്റ്റാൾജിയാണ്, നല്ല മെമ്മറീസ്. അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങൾ, ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ഓർക്കാറുണ്ട്, മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ആരോ ഒരാളെ നിങ്ങൾ തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ എംപ്രസ് ആണോ? ഇതാരാണത്? അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ അല്ല ഈ എംപ്രസ്. ഈ എംപ്രസ് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ചെറുപ്പത്തിലേ നിങ്ങൾക്ക് പരിചയമുള്ള ആരോ ഒരാളാണ്. അവരെ മാനിഫെസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരുമായിട്ടൊരു ഹാർമണി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണത്? അവരോടാണോ നിങ്ങൾ ക്ഷമിക്കാൻ നോക്കുന്നത്? അവർ നിങ്ങൾക്ക് എന്തെങ്കിലും പണി തന്നിട്ടാണോ പോയത്? അതോ നിങ്ങൾക്ക് കിട്ടാത്ത മുന്തിരിയാണോ അവർ? എന്തോ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് ഹാപ്പിയാണ്, എല്ലാം പീസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്, എല്ലാം പീസ്ഫുള്ളായിട്ടാണ് പോകുന്നത് ലൈഫിൽ, ജോലിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും. അപ്പോൾ പക്ഷെ വേറൊരാളെ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു പണിയാവില്ലേ? അപ്പോൾ നിങ്ങളുടെ ലൈഫ് അങ്ങനെ തന്നെ പ്രശ്നമായാൽ എന്ത് ചെയ്യും? ഓക്കെ, ഡെത്ത് കാർഡ് എന്താണ് കാണിക്കുന്നത്? അപ്പോൾ എംപ്രസ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ചെറുപ്പത്തിൽ ഇല്ലാതായിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ചെറുപ്പത്തിൽ ഇഷ്ടം തോന്നിയ ആരെങ്കിലും ആയിരിക്കും, നല്ല നിലയും വിലയുമുള്ള ആരോ ഒരാളാണത്. അവിടെ ഒരു ഫാദർ ഓഫ് സ്വേർഡ്സ് ഉണ്ട്. അപ്പോൾ ആ പേഴ്സണിൻ്റെ ഇതൊരു മെച്യൂറായ ചിലപ്പോൾ നമുക്ക് നമ്മളെക്കാളും ചെറുപ്പത്തിൽ നമുക്ക് പ്രായമുള്ളവരോടൊരു അട്രാക്ഷൻ തോന്നും, അല്ലേ? അത് മിക്കവർക്കും ഉള്ളതാണ്. ആൺപിള്ളേർക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും പ്രായമായവരോട് ഒരു അട്രാക്ഷൻ തോന്നും. കാരണം അങ്ങനത്തെ ഒരാൾ നമ്മളുടെ ജീവിതത്തിൽ വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. പിന്നെ അവരത് റെസ്പോണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതൊരു കുഴിയായിട്ട് മാറും. നമുക്ക് അതിലേക്ക് നമ്മൾ വീണ് പോകും. അപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും, അങ്ങനെ പ്രശ്നം. അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങൾ തമ്മിലുണ്ടായത് ഇത് ഇവരുടെ ഹസ്ബൻഡാണോ? കിങ് ഓഫ് സ്വേർഡ്സിനെ കാണിക്കുന്നുണ്ട്. കുറച്ച് മെച്യൂർ ആയ ഒരാളാണ്, എനർജിയാണ്. എന്താ പറയുക, വളരെ റൂഡായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ്. ആ പേഴ്സൺ കാരണമാണോ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അവസാനിച്ചു പോയത് പണ്ട്? അപ്പോൾ നിങ്ങൾക്ക് ഇവരെ വലിയ കാര്യമായിരുന്നു. എംപ്രസ് ആവാം, എംപറർ ആവാം, വളരെ ഫെമിലിയർ ആണ്. അപ്പോൾ അവരുടെ ഓർമ്മകൾ നിങ്ങൾക്കിപ്പോൾ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് നിങ്ങൾക്ക് അവരുടെ ഓർമ്മ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരെ മാനിഫെസ്റ്റ് ചെയ്തെടുത്താൽ കൊള്ളാമെന്നുണ്ട്. 7 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ആരോടും പറയുന്നില്ല, നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇവരെക്കുറിച്ച് കേൾക്കാൻ ഇടപെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയപ്പോൾ നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടാവും, നാട്ടിൽ പോയപ്പോൾ കണ്ടതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ന്യൂ ബിഗിനിങ്, ഒരു റിസ്ക് എടുക്കാനൊന്നും നിങ്ങൾ റെഡിയല്ല. നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരൊരു നിങ്ങളുടെ ലൈഫിലേക്ക് അവരെ കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫൂൾ ആവാനോ, അപ്പോൾ നിങ്ങൾ വളരെ പ്ലാനിങ് ആയിട്ട് ചെയ്യുള്ളൂ കാര്യങ്ങൾ. അത് നിങ്ങളൊരു ഫൂൾ ആവാൻ റെഡിയല്ല, മനസ്സിലാവണം. അതുപോലെ തന്നെ നിങ്ങളൊരു റിസ്ക് എടുക്കാൻ റെഡിയല്ല. കാരണം നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്, എല്ലാ കാര്യവും സന്തോഷകരമാണ്. നിങ്ങൾ ഫാമിലിയൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ അതിനിടയിലേക്ക് ഒരു പ്രശ്നം നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിത് സീക്രട്ടീവായിട്ടാണ് അവരെ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. അതിനിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു കിങ് ഓഫ് വാണ്ട്സ് നിങ്ങളാവാൻ ഇതിനൊരു ഏരീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സോഡിയാക് സൈൻ ചിലപ്പോൾ ഏരീസ് ആയിരിക്കാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആയിരിക്കാം, അറിയില്ല. സാജിറ്റേറിയസും ഏരീസും ഉണ്ട് ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ പേഴ്സണിൻ്റെ സാജിറ്റേറിയസ് ഏരീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സാജിറ്റേറിയസ് ഏരീസ് ആയിരിക്കാം. അപ്പോൾ ഇത് കിങ് ഓഫ് വാണ്ട്സ് ആണ്. കിങ് ഓഫ് വാണ്ട്സ് പറഞ്ഞാൽ വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി, കുറച്ച് സെൽഫിഷ്നെസ് ഉള്ള, കുറച്ച് ഒരു പ്ലെയർ എനർജി ഉള്ള ഒരു ക്യാരക്ടറാണ് കിങ് ഓഫ് വാണ്ട്സ്. അപ്പോൾ ആരും അറിയാതിരുന്നാൽ കൊള്ളാം എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ വളരെ സീക്രട്ടീവായിട്ടാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നത്.
അപ്പോൾ ഈ എംപ്രസിനെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. പക്ഷെ അവരെ വിവാഹം കഴിക്കാനോ അവരോട് സ്നേഹമൊന്നും നിങ്ങൾക്കില്ല. ഒരു നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോളിഡേ റൊമാൻസ് ആണ്. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോയപ്പോൾ അവരെ മീറ്റ് ചെയ്തെങ്കിൽ ചിലപ്പോൾ ഇവർ നിങ്ങൾ പുറത്തായിരിക്കാം, നിങ്ങൾ ട്രാവലിങ്ങിലായിരിക്കാം, അങ്ങനെയായിരിക്കാം ഇവരെ ഒറ്റയ്ക്ക് നിങ്ങളെ മീറ്റ് ചെയ്യാൻ ഇടവന്നത്. അപ്പോൾ ഒരു ടൈം പാസ് ആഗ്രഹിക്കുന്നുണ്ടല്ലേ. അന്ന് നിങ്ങൾക്ക് നടക്കാത്ത പോയ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് നടക്കണമെന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കണം കാര്യം. ഇപ്പോൾ ഈ കാര്യം നടക്കണം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പ്രതികാരമാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എംബ്രേസ് ഫൊർഗിവ്നെസ് എന്നാണ് ഓറക്കിൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു പ്രതികാരമാണ് ആഗ്രഹിക്കുന്നത്. ആരോടുള്ള പ്രതികാരം? ഈ കിങ് ഓഫ് സ്വേർഡ്സിനോടുള്ള ഒരു പ്രതികാരമാണോ നിങ്ങൾ? ഒരു മധുര പ്രതികാരം പോലെയാണോ നിങ്ങൾ ഈ സിറ്റുവേഷനെ കാണുന്നത്? ഒരു സിറ്റുവേഷൻ ബാലൻസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ. മനസ്സിലാവുണ്ടോ? ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ അറിയില്ല, നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? ഇതൊരു എംപററാണ്. ഇത് ഈ പേഴ്സണിൻ്റെ പാർട്ട്ണറാണ്, കറണ്ട് പാർട്ട്ണറാണ്. ഇത് എംപറർ, ഇവര് എംപ്രസ് ആണ്. ഇവിടെ ഒരു പണി കിട്ടാൻ വഴിയുണ്ട്. മനസ്സിലായി? നിങ്ങളൊരു പ്രതികാരം അല്ലെങ്കിൽ ഒരു മധുര പ്രതികാരം പോലെയാണ് നിങ്ങളിത് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു പണി കിട്ടാൻ വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത് നമ്മൾ നോക്കിയത്? ഇവിടെ ഒരു ക്വീൻ ഓഫ് സ്വേർഡ്സ് ഉണ്ട്. അപ്പം നിങ്ങളുടെ വൈഫ് ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണോ? അങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല പണി വരുന്നത്. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്. നിങ്ങളുടെ ഫാമിലിയിൽ ഹാപ്പിയാണ്. നിങ്ങളുടെ കുട്ടികളും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവരൊക്കെ ആയിട്ട് ഭയങ്കര അടിച്ചു പൊളിച്ചു നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അതിനിടയ്ക്കാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുഷ്ടബുദ്ധി തോന്നുന്നത്, ഒരു പൊട്ടബുദ്ധി തോന്നുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്? ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ധാർഷ്ട്യമുള്ള ഒരു സത്യം മുഖത്ത് നോക്കി പറയാൻ പേടിയില്ലാത്തൊരു എനർജിയാണ്, ഒരു ഫീമെയിൽ എനർജിയാണത്. പിന്നെ ഉള്ളത് പബ്ലിക് റെക്കഗ്നിഷൻ. 6 ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത്, പബ്ലിക് റെക്കഗ്നിഷൻ. അപ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമാണ് നടക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നടക്കുമോ? അതൊരു വിക്ടറി നിങ്ങൾക്ക് വേണം, അത് നടക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരെങ്ങനെ ഇരിക്കുന്നത്? ക്വീൻ ഓഫ് സ്വേർഡ്സ് ആയിട്ടാണ്, ഈ എംപ്രസ് ആണെന്ന് തോന്നുന്നു ക്വീൻ ഓഫ് സ്വേർഡ്സ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്താലും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെറുതെ ഒരു വിക്ടറി, കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, പണ്ട് ഈ സിറ്റുവേഷൻ അറിയുന്ന ഒരു 2 പേരോടെങ്കിലും നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞില്ല. എല്ലാവരും വിളിച്ചോളെ ഞാൻ അവനെ കണ്ടു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ പഴയ മറഞ്ഞു കിടന്ന എന്തോ ഒരു ആഗ്രഹം പുനർജനിപ്പിച്ചു. ആ ആഗ്രഹവുമായിട്ട് നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യും. ചിലപ്പോൾ 4 ചീത്തയും പറയും. മനസ്സിലായോ? എന്നാലും ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ നന്നാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതൊരു വിക്ടറി ആയിട്ട് അങ്ങനെയൊന്നുമില്ല, ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സായി, ആ കാര്യം നടന്നു, അങ്ങനെ ഇങ്ങനെ അവർ സംസാരിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നിങ്ങൾ വെറുതെ പുളു പറയും. മനസ്സിലായി? അതാണ് കാണിക്കുന്നത്. ഇതാണ് ഫ്യൂച്ചർ കാണിക്കുന്നത്. പുളു പറയുമ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ ഇതൊരു അടിവേളത്തിലേക്കാണ് പോകുന്നത്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വയലൻ്റ് ആയ ഒരാളാണ്. അപ്പോൾ ആരാണാവോ? അതാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. ആ പേഴ്സണാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. എന്തായാലും ഇവിടെ ഒരു സ്റ്റാർ കാർഡ് കാണിക്കുന്നത്, നിങ്ങൾ വളരെ പേർപ്പസ്ഫുള്ളായിട്ടാണ് ഈ കാര്യം. പക്ഷേ നിങ്ങളുടെ ഫാമിലി അറിയാൻ പാടില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇത് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താലും, ഇവരെ മീറ്റ് ചെയ്താലും നിങ്ങളുടെ ഫാമിലിയിലാണ് പോയി അറിയാൻ പോകുന്നത്. ഫൈനലി റൂമർ എത്തും നിങ്ങളുടെ ഫാമിലിയിലേക്ക്. അപ്പം നിങ്ങളുടെ ഹാപ്പിനെസ് തകർന്നു പോകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങൾ ഇവരോടുള്ള ഈ സിറ്റുവേഷൻ ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ നുണ പറഞ്ഞാലും സത്യം പറഞ്ഞാലും ഇവരെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാവും. ഇത് 4 പേര് അറിയും. സ്റ്റാറാണ്, മനസ്സിലായോ? ഇത് പ്രകാശപൂരിതമാവും. നിങ്ങൾക്ക് സീക്രട്ടായിട്ട് വെക്കാൻ പറ്റില്ല ഈ കാര്യം. ഇത് 4 പേരറിയും, നിങ്ങളുടെ വീട്ടിലറിയും, നിങ്ങളുടെ റിലേഷൻഷിപ്പിനത് പ്രശ്നമാകുന്നു. ഹെയർ ഓഫ് എൻഡ് കാണിക്കുന്നുണ്ട് വിവാഹം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ അത് വലിയൊരു പ്രശ്നമാകും. കാരണം ഈ റൂമർ എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങളിവിടെ എന്ത് ചെയ്താലും അത് നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച്, അതുകൊണ്ടാണ് എംബ്രേസ് ഫോർഗിവ്നെസ് ആൻഡ് എംബ്രേസ് പോസിറ്റിവിറ്റി. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ചാലഞ്ചിൻ്റെ തരത്തിലായിട്ടാണ് അല്ലെങ്കിൽ വൈരാഗ്യത്തിനാണ് ഈ പേഴ്സണെ പോയി മീറ്റ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ഇതുകൊണ്ടൊരു നല്ല കാര്യം വരാൻ പോകുന്നില്ല. നിങ്ങൾ ചെന്ന് കയറിയാൽ അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യാനാണ് പോകുന്നത്. മനസ്സിലായി? അവർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ റിജക്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഈഗോ ഹേർട്ടാവും. അപ്പോൾ നിങ്ങൾ റിജക്റ്റ് ചെയ്തെന്ന് പറയില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾ പറയുമ്പോൾ അത് നാട്ടുകാർ 4 പേരറിഞ്ഞ് നിങ്ങളുടെ ഫാമിലിയിൽ അറിഞ്ഞ് മൊത്തം കുറവാകും. അതിൻ്റെ ആവശ്യം ആലോചിക്കുക. അപ്പോൾ അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, Aquarius, Aries, Leo, Sagittarius, Aquarius, Leo, Gemini, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Aries, Leo, Sagittarius, Virgo, Pisces, Scorpio, Aquarius, Leo, Gemini, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn. Any Libra, Taurus, Cancer, Pisces, Scorpio, Gemini, Sagittarius, Cancer, Pisces, Scorpio. ഇത്രയുമാണ് ബ്ലൂ സെലക്ട് ചെയ്തൊരു റീഡിങ്. ഇനി ഞാൻ പോകുന്നത് റെഡ് സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ്. റെഡ് സെലക്ട് ചെയ്തവരുടെ ഓറക്കിൾ മെസ്സേജ് എന്താണ്? റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഗംഗ, ഡിവൈൻ ഇൻ്റർവെൻഷൻ. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ദൈവത്തിൻ്റെ ഒരു സഹായം വേണ്ടി വരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കണം. അപ്പം ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങൾക്ക് ആവശ്യം വരും ഈ സിറ്റുവേഷനിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ക്വീൻ ഓഫ് സ്വേർഡ്സ്. ഓക്കെ, നിങ്ങൾ ഭയങ്കര സീരിയസ് ആണ് ഈ സമയത്ത്. ഓക്കെ, നിങ്ങൾ ആരെയും അടുപ്പിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ സീരിയസ് ആയിട്ടാണ്, സീക്രട്ടായിട്ടാണ് വെക്കുന്നത്. ആരോടധികം സംസാരമില്ല. എല്ലാവരെയും ഒരു കയ്യകലത്തിലാണ് നിങ്ങൾ നിർത്തിയിരിക്കുന്നത്. അത് നിങ്ങളുടെ ചിലപ്പോൾ തിക്ത അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് പഠിപ്പിച്ചത്. നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും സഹായം ചെയ്തു കൊടുക്കുന്നതും അത് തിരിച്ചടിയായിട്ട് നിങ്ങൾക്ക് വന്നപ്പോൾ ആണ് നിങ്ങൾ ഈ എനർജിയിലേക്ക് പോയതെന്ന് തോന്നുന്നു. ഇത് മീൻസ് ഒരു ഇമ്പാർഷ്യലായ ഒരാളാണ്. ആരെയും മുഖം നോക്കാതെ നടപടി എടുക്കുന്നതല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണിത്. വളരെ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു ക്യാരക്ടറാണ് നിങ്ങൾ ആരെയും പഠിപ്പിക്കുന്നില്ല. ആരായാലും, നിങ്ങളുടെ അമ്മയായാലും അച്ഛനായാലും ആരെയാണെങ്കിലും നിങ്ങളൊരു ബൗണ്ടറിയുടെ ഇപ്പുറത്തേക്ക് കടത്തുന്നില്ല. മനസ്സിലാവുക? നേരെ വാ നേരെ പോകുന്നുള്ള ക്യാരക്ടറാണ്. വളരെ ക്ലിയറായ മനസ്സാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് കൂടുതലാണ്. അതുപോലെ തല വെച്ചാണ് ചിന്തിക്കുക, ഹാർട്ട് വെച്ചിട്ടല്ല. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ എനർജിയിൽ? ചിലപ്പോൾ ഇത് നിങ്ങളുടെ നോർമൽ ബിഹേവിയർ ആയിരിക്കില്ല. നിങ്ങളെല്ലാവരെയും സഹായിച്ചു കഴിഞ്ഞ് നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ ആരും സഹായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര വേദനയായപ്പോൾ നിങ്ങൾ എല്ലാവരെയും അകറ്റി നിർത്തുന്നതാവാം. ഓക്കെ, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം.
8 ഓഫ് wands റിവേഴ്സ് ആണ്. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആരെയോ അബാൻഡൻ ചെയ്തിട്ടുണ്ട് ഒരു സിറ്റുവേഷനിൽ. ഇതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണോ? ഇത് ഫ്രണ്ട്സ് ആവാം. അബാൻഡൻമെൻറ്റ് നമുക്ക് ഫ്രണ്ട്സിനെ വേണമെങ്കിൽ അബാൻഡൻ ചെയ്യാം, ആരെ വേണമെങ്കിലും ഉപേക്ഷിക്കാം. അപ്പോൾ ആരെയും നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് ബ്ലോക്കാണ് കമ്മ്യൂണിക്കേഷനൊക്കെ. നിങ്ങൾ അവരെ ഇങ്ങോട്ട് അടുപ്പിക്കുന്നതോ നിങ്ങൾ അവരോട് സംസാരിക്കുകയോ അവരുടെ സംസാരത്തിന് റെസ്പോണ്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്താണ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ, നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതൊരു സോൾമേറ്റ് കണക്ഷൻ പോലെ ആയിരുന്നു. ലവേഴ്സ്, കിങ് ഓഫ് കപ്സ്, പിന്നെ 10 ഓഫ് സ്വേർഡ്സ് ആണ് കാണിക്കുന്നത്. നോക്കാം, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ പോലെയാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത് അല്ലേ? King of Pentacles, 4 of Swords, Page of Swords, 8 of Cups. നിങ്ങൾ അബാൻഡൻ ചെയ്ത സിറ്റുവേഷൻ ഒരു പ്ലെയർ എനർജി ആയിരുന്നു അല്ലേ? അപ്പം അതുകൊണ്ടായിരിക്കും നിങ്ങൾ അബാൻഡൻ ചെയ്തത്. ഇവിടെ ഞാൻ പറയാം, ഇവിടെ നമുക്ക് 3 കിങ്സ് ഉണ്ട്. ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, കിങ് ഓഫ് വാൻഡ്സ് ഉണ്ട്. കിങ്സ് ഈ കോഡ് കാർഡ്സ് കാണിക്കുന്നത് നമ്മുടെ ലൈഫിലുള്ള ആളുകളാണെന്ന് പറയും. അപ്പോൾ 3 പുരുഷന്മാരെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ആരാണ് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ? കിങ് ഓഫ് കപ്സ് ആയിരിക്കാം നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, അപ്പോൾ നിങ്ങൾ ഒരാളായിട്ട് ഇഷ്ടമായിരുന്നു, ഭയങ്കരമായിട്ട് സ്നേഹമായിരുന്നു, മെയ്ഡ് ഫോർ ഈച്ച് അതർ പോലെ ആയിരുന്നു. പക്ഷേ അത് 10 ഓഫ് സ്വേർഡ്സിൽ കലാശിച്ചു. മനസ്സിലായോ? നിങ്ങൾ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സൻ്റെ തന്നെ എനർജിയാണത്. ഈ പേഴ്സൻ്റെ തന്നെ എനർജി ആണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ കിങ് ഓഫ് വാൻഡ്സ് ആണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ കിങ് ഓഫ് കപ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് 10 ഓഫ് സ്വേർഡ്സിൽ അവസാനിച്ചു. അപ്പോൾ പക്ഷെ നിങ്ങളൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വേറെ 2 രാജാക്കന്മാരുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഒരു കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, ഏത് നേരം ജോലി 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 എന്ന് പറയുന്ന ഒരാളാണ്. ആ പേഴ്സൺ അത്ര ആക്റ്റീവ് അല്ല. ഇവരെല്ലാം നിങ്ങളുടെ ലൈഫിലുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ലൈഫിൽ ഉള്ള ആളുകളാണ്. പക്ഷേ ഈ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഇപ്പോൾ ആക്ഷൻ എടുക്കുന്നില്ല. ഈ പേഴ്സൺ ഒരു സൈഡിൽ നിൽക്കുകയാണ്. ആ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ഒരു ആക്ഷനും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മതിയായതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ 10 ഓഫ് സ്വേർഡ്സ് കിങ് ഓഫ് കപ്സിനെ നിങ്ങൾ ഉപേക്ഷിച്ചു, റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റിക്കിൾസിന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇവിടെ ഉള്ളത് നൈറ്റ് ഓഫ് വാൻഡ്സും കിങ് ഓഫ് വാൻഡ്സും ആണ്. അപ്പോൾ വളരെ പാഷനറ്റ് ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു കിങ് വേറെ ഉണ്ട് ഇവിടെ. ഒരു നാച്ചുറൽ ലീഡറാണ് ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സണാണ് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഈ പേഴ്സണാണ് ഇവിടെ നിങ്ങൾ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ട്, കിങ് ഓഫ് വാൻഡ്സ്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ റീകൺസിലിയേഷൻ ആണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ 10 ഓഫ് സ്വേർഡ്സിലേക്ക് പോയത്? അപ്പോൾ ഈ പേഴ്സൺ എന്തോ ബിട്രേ ചെയ്തിട്ടുണ്ട് നിങ്ങളെ. ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ പേഴ്സൺ കുറച്ച് ഇമ്മച്യൂർഡ് ആയിരുന്നു, പക്ഷേ ഇപ്പം മെച്യൂർഡാണ്. അപ്പം നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ആയിരിക്കാം ഇത്. അപ്പോൾ ഈ കിങ് ഓഫ് വാൻഡ്സ് നിങ്ങളോട് പ്രപ്പോസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റീകൺസിലിയേഷൻ കിങ് ഓഫ് കപ്സിനോടും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കിങ് ഓഫ് വാൻഡ്സിൽ നിന്ന് ഒരു പ്രപ്പോസൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ പേഴ്സൺ നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് പെരുമാറാൻ അറിയാം, വളരെ ഫ്രണ്ട്ലി ആണ്, വളരെ അഡ്വെഞ്ചറസ് ആണ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ്. കിങ് ഓഫ് കപ്സിന് അത്രയും ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇല്ല. ആ പേഴ്സൺ വളരെ വളരെ സാധുവായ ഒരു എനർജിയാണ്. പക്ഷെ സാധുവാണെങ്കിലും നിങ്ങളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത ഒരാളാണ്.
അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചു ആ പേഴ്സണായിട്ട് റീകൺസിലിയേഷൻ വരണം, പക്ഷെ അതിനിടയ്ക്ക് വേറെ 2 പേരും കൂടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കിങ് ഓഫ് വോൺസിനാണ്. കിങ് ഓഫ് വോൺസ് നിങ്ങളുമായിട്ട് പ്രപ്പോസൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ ചിന്ത. ഇത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കിങ് ഓഫ് വോൺസ് ആരാണ്? കിങ് ഓഫ് കപ്സ് ആരാണെന്ന് ആദ്യം നോക്കാം. ലവർ ആയിരുന്നു നിങ്ങളുടെ, അല്ലേ? ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, നിങ്ങളായിട്ട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ സ്നേഹം പകുതിയായപ്പോൾ ഉപേക്ഷിച്ച് പോയ ആളാണ്. അങ്ങനെയാണ് ഇത് 10 ഓഫ് സ്വേർഡ്സിലേക്ക് വരുന്നത്. അവിടെ നിങ്ങളൊരു റിലേഷൻ ടു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് അകന്ന് നിൽക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആ പേഴ്സൺ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചാണ് നിങ്ങളത് നിൽക്കുന്നത്. പക്ഷേ ആ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷനിലാണ്. അങ്ങനെ അത് അവസാനിച്ചു. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട്. അപ്പോൾ ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നപ്പോഴും നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. റിജക്റ്റ് ചെയ്തിട്ട് കാരണം നിങ്ങൾക്കാരെയും വിശ്വാസമില്ല. റിജക്റ്റ് ചെയ്തത് കൊണ്ട് ആ പേഴ്സൻ്റെ ഈഗോ ഹേർട്ട് ആയതുകൊണ്ട് ആ പേഴ്സൺ ഒളിഞ്ഞു നിന്ന് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോയി. കാരണം ആ പേഴ്സണ് ധൈര്യമില്ല നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട്. പിന്നെ വരുന്നതാണ് നൈറ്റ് ഓഫ് വോൺസ്. നൈറ്റ് ഓഫ് വോൺസ് ആണ് കിങ് ഓഫ് വോൺസ് ആയിട്ട് മാറുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഈ നൈറ്റ് ഓഫ് വോൺസ് കിങ് ഓഫ് ബോണ്ട് ആയിട്ട് മാറിയത്. നിങ്ങളെ കെയർ ചെയ്യണം, നിങ്ങളോട് കെയർ ചെയ്യണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ ക്വീൻ ഓഫ് വേർഡ്സ് ആയിട്ട് നിൽക്കുകയല്ലേ, പിന്നെ എങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരിക? ധൈര്യം വേണ്ടേ? നിങ്ങളായിട്ടൊരു കൊളാബറേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പക്ഷേ ഇത് സീക്രട്ടായിട്ട് വെക്കുകയാണ് ഈ പേഴ്സൺ. ധൈര്യമില്ല നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. നിങ്ങളോട് കെയർ ചെയ്യണം, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് തന്നെയായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരാളുടെ പുറകെ ഇപ്പോഴും നിങ്ങൾ ആ പേഴ്സണെ തിരസ്കരിച്ചെങ്കിലും ഇപ്പോഴും ആ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കിങ് ഓഫ് വോൺസ് നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത്. മനസ്സിലായോ? നിങ്ങൾ എന്താ കാര്യം എന്ന് വെച്ചാൽ വേറെ ആരും വരുന്നില്ല ലൈഫിലേക്ക്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. ഈവൻ 10 ഓഫ് സ്വേർഡ്സ് ആയിട്ട് പോലും, ചതിയും വഞ്ചനയൊക്കെ ഉണ്ടായിട്ട് ബ്രേക്കായ റിലേഷൻഷിപ്പ് ആണെങ്കിലും ആരും നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ വരാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങളോട് ക്രഷ് ഉള്ള ഒരാളുണ്ട്, ഒരു കിങ് ഓഫ് വോൺസ്. ഈ പേഴ്സൺ നിങ്ങളോട് കൊളാബറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഭയങ്കര പാഷനാണ് ഈ പേഴ്സൺ. പേജ് ഓഫ് വോൺസ് മെസ്സേജ് അയക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ എല്ലാം സീക്രട്ടീവായിട്ട് വെക്കുകയാണ്. നിങ്ങൾ ആരെയാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഈ കിങ് ഓഫ് വോൺസ് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ക്രഷ് ഉണ്ടോ കിങ് ഓഫ് വോൺസ്? അതോ നിങ്ങൾ ഈ കിങ് ഓഫ് വോൺസിനെ കുറിച്ച് അറിയുന്നിട്ടേ ഇല്ല? നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിങ് ഓഫ് കപ്സ് തിരിച്ചു വരണമെന്നാണ്. എന്താ നടക്കാൻ പോകുന്നത്? നിങ്ങളറിയാതെ വേറെ 2 പേരുണ്ട്. ഈ പേഴ്സൺ അത്ര വലിയ ആക്റ്റീവ് അല്ല, വളരെ കാൽക്കുലേറ്റീവായിട്ട് പെരുമാറുന്ന. ഈ പേഴ്സൺ അങ്ങനെയല്ല, കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് പെരുമാറുന്ന ഒരാളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? 2 ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ വരാൻ പോകുന്നത് സാജിറ്റേറിയസ്. ഓക്കെ, ഈ കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞില്ലേ, അത് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്. ചിലപ്പോൾ ആ പേഴ്സൺ ആയിരിക്കും നിങ്ങളോട് വന്ന് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയാൻ പോകുന്നത്. ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്, യൂണിഫൈഡ് ലവ്. ഇതിപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഒന്നും കൂടെ ചേരുക. നിങ്ങളുടെ എനർജീസ് തമ്മിലാണ് ഒന്നും കൂടെ ചേരുക. നിങ്ങളെ ഇപ്പോൾ ബിട്രേ ചെയ്ത് പോയ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആൾ നിങ്ങളായിട്ട് വലിയ ഒരു ചേർച്ചയില്ല എന്നാണ് തോന്നുന്നത്. ലവേഴ്സാണ്, നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ മനസ്സിൽ സോൾമേറ്റ് കണക്ഷനാണ് തോന്നിയത്. കാരണം ഈ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോവുകയും ചെയ്തു. ഈ പേഴ്സൺ നിങ്ങളോട് സ്നേഹമില്ലതാണ്. ഏസ് ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നത്. ആദ്യം സ്നേഹം ഉണ്ടായെങ്കിൽ അത് ഇല്ലാണ്ടായി. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ ടെമ്പറൻസ് കാണിക്കുന്നുണ്ട്, ഒരു ബാലൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കിങ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആള്. അപ്പോൾ നിങ്ങൾ വലിയ കോൺഫിഡൻ്റ് ആയിരിക്കില്ല ഈ കിങ് ഓഫ് വോൺസിൻ്റെ പ്രപ്പോസലിൽ. എന്നാലും നിങ്ങൾ ടീം വർക്ക്, നിങ്ങൾ കൊളാബറേഷനിലേക്ക് പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടി വരും ഈ പേഴ്സണായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾ കിങ് ഓഫ് വോൺസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കാണ് പോകാൻ പോകുന്നത്. ഈ
പേഴ്സൺ മാരീഡ് ആണോ എന്ന് വെച്ചാൽ കിങ്സ് എപ്പോഴും മാരീഡ് ആയിരിക്കും, ക്വീൻസും മാരീഡ് ആയിരിക്കും. അപ്പം നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ 2 പേര് കയറാൻ വരുന്നത്. ഈ രണ്ടാമത്തെ ആള് കുറച്ചും കൂടെ പാഷനറ്റ് ആണ്, നിങ്ങളുടെ എനർജിയോട് മാച്ച് ചെയ്യുന്നൊരു എനർജിയാണ്. കിങ് ഓഫ് കപ്സിന് നിങ്ങളോട് സ്നേഹമില്ല, അത് പോയി സ്നേഹിക്കുന്നത് നിങ്ങൾ പുറകെ നടക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യണത് നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ആ പേഴ്സണെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഡ്രാമ മുഴുവൻ കഴിക്കുന്നത്. പക്ഷേ ഈ ഡ്രാമയിൽ വേറൊരാളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് അത്. നിങ്ങൾ സ്വരമയോടെ പോകുമെന്നാണ് പറയുന്നത്. ഒരു ലൈഫിലൊരു ബാലൻസ് വരും. അപ്പം നിങ്ങളുടെ ദേഷ്യമൊക്കെ കുറേ കുറയും. പിന്നെ നിങ്ങളൊരു ടീം വർക്കിലേക്കാണ് പോകുന്നത്, ഒരു കൊളാബറേഷൻ. മനസ്സിലായോ? നിങ്ങൾ 2 പേരും ഈ കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് സ്വേർഡ്സും തമ്മിലാണ് ഒരു പുതിയൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കിങ് ഓഫ് കപ്സിനെ വെറുതെ വിട്ടേക്കുക. നിങ്ങൾ ആ പേഴ്സൺ തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനിടെ വേറൊരാൾ വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഫൈനൽ റീഡിംഗ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Scorpio, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini. Alright. Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Virgo, Aries, Leo, Sagittarius. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഈ വേറൊരു റീഡിങ്ങുമായി വീണ്ടും വരാം. ബൈ ബൈ.